കൃഷ്ണലീലകളിൽ ആറാടി മനം നിറയ്ക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഭഗവാൻ. എല്ലാ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ് ഭഗവാൻ. അത് മയിൽപ്പീലി പോലെ മനോഹരമാണ്. അത് ഓടക്കുഴൽ നാദം പോലെ മാധുര്യമാർന്നതാണ്. അത് ഹരിചന്ദനം പോലെ ഹൃദ്യമാണ്. അത്രമേൽ പ്രിയപ്പെട്ട കണ്ണനെ കാണാൻ നാടും നഗരവും ഒരുങ്ങിയിരിക്കുകയാണ്. തത്സമയ കാഴ്ചകളുമായി ജനം ടിവിയും സജീവമാണ്. കണ്ണിറയെ കണ്ണനെ കാണാം. അമ്മമാർക്ക് കുഞ്ഞുങ്ങളെല്ലാം കണ്ണനാണ്. ആ നിഷ്കളങ്കമായ ചിരിയും ആ ചൈതന്യവുമൊക്കെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഓരോ വ്യക്തിയും ഓരോ മനുഷ്യഹൃദയവും കണ്ണനെ കാണുന്നത്. ബാലഗോകുലം എന്ന ബാലികാ ബാലന്മാരുടെ ദേശീയ പ്രസ്ഥാനമായ സംഘടന, കൂട്ടായ്മ ഒരു ആദർശ പുരുഷനെ മാതൃകയാക്കണം എന്ന ചിന്ത വന്നപ്പോൾ ഒട്ടും മടിക്കാതെ ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് MA സാറിനെ പോലെയുള്ള മഹാന്മാർ, ഈ സംഘടനയ്ക്ക് തുടക്കം കുറിച്ചവർ മുന്നോട്ട് വെച്ചത്. കാരണം കൃഷ്ണനിൽ ഇല്ലാത്തത് ഒന്നുമില്ല. ഭഗവാനിൽ എല്ലാം കുടിയിരിക്കുന്നു, എല്ലാം ഭഗവാനിൽ ലയിച്ചിരിക്കുന്നു. അങ്ങനെ അമ്പാടിയാകാൻ ഒരുങ്ങുകയാണ് നമ്മുടെ വീഥികൾ. നഗരഗ്രാമ വ്യത്യാസമില്ലാതെ അമ്പാടി കണ്ണന്മാരും ഗോപികമാരും ഇന്ന് ആനന്ദ നൃത്തമാടും. ശോഭായാത്രയുടെ അഴകിൻ്റെ പീലിക്കുട നിവർത്തുന്ന കാഴ്ചകൾക്കായി കാത്തിരിക്കുകയാണ് നാടും നഗരവും. ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ ശോഭായാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. വിവിധ ഇടങ്ങളിൽ നിന്ന് ടീം ജനം തയ്യാറാണ്. ആ കൗതുക കാഴ്ചകൾ, കൊച്ചു കുറുമ്പും ആ ഒരു കുസൃതിയും ഒക്കെയുള്ള കൊച്ചു കണ്ണന്മാരെയും ഗോപികമാരെയും ഒക്കെ വളരെ വേഗത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. തിരുവനന്തപുരത്ത് നിന്ന് ദിസ്നയുണ്ട്, വീണയുണ്ട്, ഒപ്പം പാലക്കാട്ട് നിന്ന് അരുൺ ആലത്തരുണ്ട്, കൊച്ചിയിൽ നിന്ന് ജിജീഷുമുണ്ട്. ആദ്യം ദിസ്നയിലേക്ക് പോവുകയാണ്. ദിസ്ന, കാത്തിരിക്കുകയാണ്. കൊച്ചു കൊച്ചു കണ്ണന്മാരെ ഗോപികമാരെ കാത്തിരിക്കുകയാണ്. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ? തീർച്ചയായും ശ്യാംബാബു സൂചിപ്പിച്ചതുപോലെ അനന്തപുരി വൃന്ദാവനമാവാൻ ഇനി നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രം. ഇവിടെ എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി കഴിഞ്ഞു. ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. കുഞ്ഞു ഉണ്ണിക്കണ്ണന്മാർ ഒരുങ്ങി ഘോഷയാത്രയ്ക്ക് വേണ്ടി തയ്യാറായി കഴിഞ്ഞ നിമിഷങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അവരുടെ കുസൃതിയും കുറുമ്പും ഒക്കെ ഇനി അല്പ സമയത്തിനകം ജനം ടിവിയിലൂടെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുമെന്നതാണ്. പീലിത്തിരുമുടി ചാർത്തി ഒരുങ്ങിയുള്ള നല്ല ഉണ്ണിക്കണ്ണന്മാരെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഇനി അല്പസമയത്തിനകം അവർ നഗരവീഥികൾ കീഴടക്കിയ ആളുകളുടെ മനസ്സിൽ, ഹൃദയത്തിൽ ചാഞ്ചാടുമെന്നത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തായാലും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനകം ഈ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും ഉൾപ്പെടെ ഇവിടെ നിന്ന് ഇറങ്ങും എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറഞ്ഞത്. ഇതാ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ചെറിയൊരു ഉണ്ണിക്കണ്ണൻ ഇവിടെ ഇങ്ങനെ കുസൃതി കാണിച്ചുകൊണ്ട് ഇങ്ങനെ ആളുകളുടെ മനസ്സിങ്ങനെ കീഴടക്കിക്കൊണ്ടിരിക്കും. രണ്ടുപേരുണ്ട്. ഇവർ രണ്ടും ഇപ്പോഴേ അവരുടെ വികൃതികൾ കാണിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇവർ പരസ്പരം നോക്കുകയാണ്. ഉണ്ണിക്കണ്ണന്മാരായി ഇവർ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത് വലിയ സന്തോഷത്തോടെയാണ് കാണുന്നത്. എന്തായാലും ഇവർ ഇപ്പോഴേ ഇവരുടെ കുസൃതികൾ തുടങ്ങി കഴിഞ്ഞു. ശ്യാംബാബു നേരത്തെ സൂചിപ്പിച്ചതുപോലെ മയിൽപ്പീലി കണ്ണനായി വന്ന അതോടൊപ്പം തന്നെ ആനന്ദ നടനമാടി ആളുകളുടെ മനസ്സിലേക്ക് ഈ ഉണ്ണിക്കണ്ണന്മാർ ഇപ്പോഴേ കയറി തുടങ്ങി എന്ന് തന്നെയാണ്. ഇപ്പോഴേ അവർ നൃത്ത ചുവടുകൾ വെക്കുന്ന ഒരു കാഴ്ചയൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുറുമ്പും കുസൃതിയുമായി അവർ അവരുടെ ലീലകൾ ഇവിടെ ആടി തീർക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം ഇവിടെ നിന്ന് ഇവർ പാളയത്തേക്ക് പുറപ്പെടും. പിന്നീടാണ് ഘോഷയാത്ര, നിരവധി ഉണ്ണിക്കണ്ണന്മാരെ ചേർത്തുകൊണ്ടുള്ള ഘോഷയാത്ര എന്ന് തന്നെയാണ്. എന്തായാലും ഉണ്ണിക്കണ്ണന്മാർ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. അവർ ഒരുങ്ങിയതിൻ്റെ സന്തോഷം, അതോടൊപ്പം തന്നെ നൃത്തം ചെയ്യാൻ സാധിക്കുന്നതിൻ്റെ സന്തോഷം, അത്തരത്തിൽ വലിയ സന്തോഷത്തിലാണ് ഈ ഉണ്ണിക്കണ്ണന്മാരൊക്കെ തന്നെയുള്ളത്. ഇപ്പോൾ തന്നെ ചില കുസൃതികളൊക്കെ തന്നെയും ഇവർ കാണിക്കാൻ തുടങ്ങി എന്നത് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് നാടും നഗരവും. ശ്യാംബാബു, ഗ്രാമം തണലൊരുക്കട്ടെ, ബാല്യം സഫലമാവട്ടെ. ഇത്തവണത്തെ ബാലഗോകുലത്തിൻ്റെ ജന്മാഷ്ടമി സന്ദേശം അതാണ്. എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് അതെന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് MA കൃഷ്ണൻ, MA സാറ്, എല്ലാവരും വളരെ ആദരവോടുകൂടി വിളിക്കുന്ന ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയൊക്കെ സ്വന്തം MA സാറിൻ്റെ ചിന്താ പദ്ധതിയിൽ നിന്നാണ് ഈ
ജന്മാഷ്ടമി ദിനം ബാലികാബാലന്മാരുടെ ദേശീയ ഉത്സവമാക്കി മാറ്റണം എന്നുള്ള ഒരു ചിന്ത വന്നത്. അത് മനോഹരമാക്കാൻ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ്റെ പ്രതിരൂപമല്ലാതെ മറ്റെന്താണ്? തീർച്ചയായും അന്ന് പലരും ഒരുപക്ഷെ മുഖം ചുളിച്ച് കാണും, ഇതെന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന്. പക്ഷേ പിന്നീട് അതൊരു ഗ്രാമോത്സവമായി മാറുകയാണ്, അതൊരു ദേശീയ ഉത്സവമായി, ഒരു ആനന്ദോത്സവമായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സായാഹ്നം നാടും നഗരവും കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ ഗ്രാമാന്തരങ്ങളിൽ ഉണ്ണിക്കണ്ണന്മാർ കൊച്ചു കൊച്ചു പാദങ്ങൾ വെച്ച് ആനന്ദലഹരിയിൽ ആറാടുന്ന ആ കാഴ്ച, അത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭക്തരെ സംബന്ധിച്ചിടത്തോളം ആനന്ദ നൽകുന്ന വളരെ പ്രധാനപ്പെട്ട കാഴ്ചകൾ. വീണ കൂടി ചേരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഫോർട്ട് ഹൈസ്കൂളിൽ നിന്നാണ് വീണ ചേരുന്നത്. വീണയ്ക്ക് ചുറ്റുമുള്ള കണ്ണന്മാരെ കാണിക്കാമോ? തീർച്ചയായും ശ്യാം, ഞാൻ ഉണ്ണിക്കണ്ണന്മാരുടെ കൂടെയാണ് നിൽക്കുന്നത്. ഇതിൽ പരം എന്ത് സന്തോഷമാണുള്ളതല്ലേ. നമ്മുടെ നാടും നഗരവും ഒക്കെ ജന്മാഷ്ടമി ആഘോഷിക്കുന്നതിലെ ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ഇനിയൊരു ഒരു ശോഭായാത്രയ്ക്ക് പോകാനായിട്ട് ഈ ഉണ്ണിക്കണ്ണന്മാരൊക്കെ തയ്യാറായി നിൽക്കുകയാണ്. പീലി ചൂടി അവരങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. പല പ്രായത്തിലുള്ള ഉണ്ണിക്കണ്ണന്മാരാണുള്ളത്. അവരൊക്കെ സന്തോഷത്തോടു കൂടി ആ നിമിഷങ്ങൾക്കായിട്ട് കാത്തുനിൽക്കുകയാണ്. എന്ത് സുന്ദരമാണ് ആ കുഞ്ഞു മുഖങ്ങൾ കാണാൻ. ആ ചായമൊക്കെ തേച്ച് മനോഹരമായിട്ട് നമുക്കൊപ്പം നിൽക്കുകയാണ് ആ കുരുന്നുകൾ. ഇത് കാണാൻ ഒരുപാട് പേര് തലസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. ഈ കാഴ്ചകൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ അത്രയും നമുക്ക് ആനന്ദം നൽകുന്ന ഒരു കാഴ്ച കൂടിയാണ്. ഇത് മനോഹരമായി ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ പീലി ചൂടി, ആ മഞ്ഞ പട്ടുടുത്ത്, കയ്യിൽ ഓടക്കുഴൽ ചൂടി, പൂമാലയൊക്കെ ധരിച്ച് അങ്ങനെ വളരെ മനോഹരമായി നിൽക്കുന്ന കുരുന്നുകളാണ്. എല്ലാം ഉണ്ണിക്കണ്ണന്മാരാണ്. അതുപോലെ തന്നെ ഗോപികമാരും ഉണ്ട്, ഒപ്പം കുഞ്ഞു കുട്ടികളുണ്ട് ഒപ്പം. ഇതൊക്കെ നമുക്ക് സന്തോഷം നൽകുന്ന കാഴ്ചകൾ കൂടിയാണ്. അത്രയും മനോഹരമായൊരു കാഴ്ച കൂടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ഉണ്ണിക്കണ്ണന്മാർ മാത്രമാണ്. പക്ഷേ ഈ ഉണ്ണിക്കണ്ണന്മാർ മാത്രമല്ല, മറ്റൊരാൾ കൂടിയുണ്ട്. ആ ആളിലേക്ക് കൂടി എത്തുകയാണ്. ഇത് ഗോപികയാണ്. അത് മനോഹരമായി ഒരുക്കിയിരിക്കുന്നു. ഈ ഗോപികയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഗോപികയുടെ പേര് കേൾക്കുമ്പോൾ ശ്യാമിന് അത് മനസ്സിലാവും. പേരെങ്ങനെയാണ്? പറയോ? പേര് പറയുമോ? ആദിദേവാണ്, മോനാണ്. പക്ഷേ വളരെ സുന്ദരിയായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ഞങ്ങളും ഫസ്റ്റ് നമ്മൾ ഈ കുഞ്ഞിനെ ഞാൻ കാണുമ്പോഴും ഞാൻ കണ്ടപ്പോൾ വളരെ സുന്ദരിയായിട്ട് ഒരുക്കിയിരിക്കുന്നു. മോളെന്നാണ് ധരിച്ചത്. പക്ഷേ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം, കുട്ടിയുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം, ഒപ്പം തന്നെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ സന്തോഷം നൽകുന്ന കാഴ്ചയാണ്. ഈ രാധ ഇങ്ങനെ ഒപ്പം നിൽക്കുകയാണ്. ഒപ്പം തന്നെ നിരവധി ഉണ്ണിക്കണ്ണന്മാരും നമുക്കൊപ്പമുണ്ട് എന്നുള്ളതാണ്. ഒരു ഗോപികയും ഇത്തരത്തിൽ ഉണ്ണിക്കണ്ണന്മാരും ഇവിടെ നിൽക്കുമ്പോൾ ഈ കാഴ്ച കാണാനും ഒരുപാട് പേരുണ്ട്. മാതാപിതാക്കളൊപ്പം തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ കുട്ടികൾ ഒരുങ്ങി തീരുമ്പോൾ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി കാത്തു നിന്നവരാണ് മാതാപിതാക്കളും. ഒപ്പം തന്നെ ഇത് ഒരുക്കിയവരുമുണ്ട്. മണിക്കൂറുകൾ നീണ്ട ഒരു പ്രയത്നത്തിൻ്റെ ഫലം കൂടിയാണിത്. അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 3 വയസ്സാണ്. 3 വയസ്സുള്ള കുട്ടികൾ മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഓടക്കുടലൊക്കെ അങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട്, അതുപോലെ തന്നെ മയിൽപ്പീലിയൊക്കെ ധരിച്ചുകൊണ്ട്, മഞ്ഞപ്പട്ടൊക്കെ ഉടുത്തുകൊണ്ട് അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ അനന്തപുരിയെ ഈ ഉണ്ണിക്കണ്ണന്മാർ കീഴടക്കാനായിട്ട്. ശ്യാം, എന്തായാലും ഇന്ന് അനന്തപുരി വൃന്ദാവനമാണ്. ഈ നഗരവീഥികളെല്ലാം അമ്പാടി ആ ഒരു ലോകത്തിലേക്ക് മാറുന്ന ഒരു ഹൃദ്യമായ കാഴ്ചയിലേക്കാണ്. ഒരിക്കൽ ഒരു പ്രധാനപ്പെട്ട കഥ പറയുന്നുണ്ട്. ഭഗവാൻ രാജാവാണ്, മധുരയിലെ രാജാവാണ്. അദ്ദേഹം ഒരു കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയായിരുന്നു. പക്ഷേ തേരാളി തേരൊക്കെ റെഡിയാക്കി ഇങ്ങനെ അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. പക്ഷേ കുറേ സമയം കഴിഞ്ഞിട്ടും ഭഗവാൻ പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ സംശയം തോന്നിയ തേരാളി പെട്ടെന്ന് ഭഗവാന്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു, അല്ലയോ ഭഗവാനെ, നമുക്ക് പോകണ്ടേ? നമുക്ക് ഇനി വൈകിയാൽ അങ്ങ് എന്താണ് ഇങ്ങനെ വൈകുന്നത്? അപ്പോൾ രാജാവായ കൃഷ്ണൻ അദ്ദേഹം ഓരോ കിരീടമായി ഇങ്ങനെ മാറ്റി മാറ്റി തൻ്റെ തന്നെ സൗന്ദര്യം കണ്ണാടിയിൽ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അപ്പോൾ തേരാളിക്ക് സംശയം തോന്നി, എന്താണ് ഭഗവാൻ ഇങ്ങനെ ഈ പുറം സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടേ ഇരിക്കുന്നത്, എന്തുകൊണ്ടാണ്? അപ്പോൾ ഭഗവാന്റെ ഉത്തരമുണ്ട്, ഞാൻ കാണാൻ പോകുന്നത് ദുര്യോധനനെയാണ്. ദുര്യോധനന് എൻ്റെ ഈ പുറമോടിയിൽ മാത്രമേ അയാൾക്ക് താല്പര്യമുള്ളൂ, അയാൾ അത് മാത്രമേ കാണുള്ളൂ, എൻ്റെ ഉള്ള് കാണാൻ അയാൾക്ക് കഴിയില്ല എന്ന്. സമാനമായി തന്നെയാണ്. കാരണം അടുത്ത ചോദ്യം തേരാളിക്ക് സ്വാഭാവികമായി ഉയർന്നു വന്നത്, ഭഗവാൻ എന്തിനാണ് അയാളെ കാണാൻ അങ്ങോട്ട് പോകുന്നത്? അങ്ങേ കാണാനല്ലേ ദുര്യോധനൻ ഇവിടെ വരേണ്ടതെന്ന്. അതിന് ഭഗവാൻ നൽകിയ ഉത്തരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രകാശം അന്ധകാരത്തിലേക്കല്ല പോകേണ്ടത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലാണ്. ഈ അന്ധകാരം എത്രയൊക്കെ ശ്രമിച്ചാലും പ്രകാശത്തിൻ്റെ അടുത്തേക്ക് വരില്ല. പ്രകാശമാണ് അന്ധകാരത്തിലേക്ക് പോയി ആ അന്ധകാരം മാറ്റി സർവം പ്രകാശമയമാക്കേണ്ടത്. അത്രത്തോളം എല്ലാം ലയിക്കുന്ന ഒരു സങ്കല്പം കൂടിയാണ് ഭഗവാന്റേത്. ഇപ്പോൾ കൊച്ചിയിലേക്ക് പോവുകയാണ്. ജിജീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ജിജീഷ്, പറയൂ കൊച്ചിയിലെ കണ്ണൻ്റെ വിശേഷങ്ങൾ.
ശ്യാം പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ശ്യാം MA സാറിനെ കുറിച്ചെല്ലാം പറഞ്ഞു. ആ MA സാർ തുടക്കമിട്ട ഒരു വലിയ പ്രസ്ഥാനം, ആ പ്രസ്ഥാനം എത്രമാത്രം വളർന്നിരിക്കുന്നു, അതിൻ്റെ ഭാഗമായുള്ള കുട്ടികൾ അവർ എങ്ങനെയാണ് ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തി ശോഭയാത്രകളുടെ എല്ലാം പുതിയ തലമുറയും മാറുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. നമ്മളിപ്പോൾ എറണാകുളം ടൗൺ ഹാളിലാണ് നിൽക്കുന്നത്. ഈ എറണാകുളം ടൗൺ ഹാളിൽ നിന്നാണ് ഈ മഹാശോഭയാത്രകളിൽ ഒന്ന് ആരംഭിക്കുന്നത്. ആ മഹാശോഭയാത്രയ്ക്ക് എത്തിയ നിരവധി ഉണ്ണിക്കണ്ണന്മാരെ കാണാം. ഒരു ഉണ്ണിക്കണ്ണനെ ലാളിക്കുന്ന മറ്റൊരു കണ്ണൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നിരവധി ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും എല്ലാം തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ തവണയും ഉണ്ടായിരുന്ന ഒരു ഉണ്ണിക്കണ്ണൻ നമ്മളോടൊപ്പം ഇത്തവണയുണ്ട്. മോളെ കുഞ്ഞുണ്ണിക്കണ്ണനെ കിട്ടി കളിക്കാൻ വേണ്ടി അല്ലേ, ഒന്നിക്കാൻ വേണ്ടി. കഴിഞ്ഞ തവണ ഞങ്ങൾക്കൊരു പാട്ടൊക്കെ പാടിത്തന്നായിരുന്നു ഇതിനിടയ്ക്ക്. ഇത്തവണ ഒരു പാട്ട് പാടിത്തന്നൂടെ? ആദ്യം അതാണ് ചോദിക്കുന്നത്, വേറെ വിശേഷമൊന്നുമല്ല. ഒന്ന് പാടുവോ? കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ പീലി ചൂടിയോ വനമാല ചാർത്തിയോ ഗോപനന്ദനൻ മായ കാട്ടി നിന്നുവോ കൃഷ്ണഗാഥയായി ഇന്നെൻ്റെ മാനസം നിന്റെ പാദരേണു ചൂടി ധന്യയായി ഞാൻ യമുനാ തടത്തിലും വൃന്ദാവനത്തിലും രസരാസലാസ്യമാടി വന്ന രാധയല്ലേ ഞാൻ, പ്രിയ രാധയല്ലേ ഞാൻ. കണ്ടു ഞാൻ കണ്ണനെ കായാമ്പൂവർണ്ണനെ ഗുരുവായൂരമ്പല നടയിൽ. താങ്ക് യു. എന്താ പേര് മോളുടെ? അൻവിത. എവിടെ പഠിക്കുന്നത്? സെന്റ് ജോർജ് തമ്മന. ആണോ? ഓ ശരി ശരി. കഴിഞ്ഞ തവണയും കണ്ടിരുന്നു, പരിചയപ്പെട്ട് വീണ്ടും കാണാൻ പറ്റിയത് വലിയ സന്തോഷം. ശ്യാം, ഇതുപോലുള്ള ഒരുപാട് കുട്ടികൾ അവർ വളരെ സന്തോഷത്തിൽ ഈ ഒരു ശ്രീകൃഷ്ണ ജയന്തിയുടെ ഭാഗമായി മാറുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം ഇനി അല്പസമയം മാത്രമാണ് ഉള്ളത്. ഈ നഗരവീഥികളെല്ലാം തന്നെ അമ്പാടിയായി മാറാൻ, ഉണ്ണിക്കണ്ണന്മാരുടെ പിഞ്ചു പാദങ്ങളാൽ അനുഗ്രഹീതമാകാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ, എന്നോടൊപ്പം ഒരു ഉണ്ണിക്കണ്ണൻ ചിത്രത്തിൽ നടക്കുന്നുണ്ട്. അവരുടെ രക്ഷാകർത്താക്കളെല്ലാം അടുത്തുണ്ട്. എപ്പോഴാണ് ഒരുക്കി വന്നത്? കുറച്ച് നേരമായിട്ട് 4 മണി നേരം ഇപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യണാണ്. അപ്പോൾ പോകാനുള്ളൊരു ഇതിലാണ് നിൽക്കുന്നത് മറ്റേ അല്ലേ? എല്ലാം റെഡി ആയിട്ട് നിൽക്കണാണ്. ഒരാളിവിടെ കരഞ്ഞുകൊണ്ടിരിക്കണ്ടോ? മോളെ പേരെന്താ? ഓടക്കൊണ്ട് വായിക്കാൻ പോവാണോ? എന്ത് ചെയ്യാനോടെ പറഞ്ഞ ശ്യാം, ഈ ഉണ്ണിക്കണ്ണന്മാരുടെയും ഗോപിമാരുടെയും എല്ലാം അവർക്കൊപ്പം നിൽക്കുക എന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. ആ കുട്ടികൾക്കൊപ്പം നിന്ന് അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. ഈ വീഥികൾ, ആ വീഥികളുടെ ഇരുവശവും അവരെ കാണാൻ തയ്യാറായി ഒരുപാട് പേർ കാത്തിരിക്കുന്നുണ്ട്. എപ്പോഴാണ് ഇത് തുടങ്ങുക? ഈ ഒരു ശോഭയാത്രയ്ക്ക് എപ്പോഴാണ് ഒരു തുടക്കം കുറിക്കുക? തങ്ങൾക്ക് എപ്പോഴാണ് ഈ കണ്ണന്മാരെയും ഗോപിമാരെയും എല്ലാം അവർ നടന്നു പോകുന്ന വഴികളിൽ വെച്ച് കാണാൻ കഴിയുക എന്ന വലിയ ഒരു സന്തോഷത്തിന്റെ ഭാഗം തന്നെയാണ്. അധികം ചേട്ടാ, എങ്ങനെയാണ്? ഒരുക്കത്തിന് വലിയ സന്തോഷത്തിലാണല്ലോ നമ്മളെല്ലാവരും. എല്ലാവരും നോട്ട് ഓൺലി ഗ്രാമം മുഴുക്കെ, ഗ്രാമമല്ല സിറ്റി മുഴുക്കെ സന്തോഷത്തിലാണ്. കാരണം ഭഗവാന്റെ ജന്മദിനം കൊച്ചുകുട്ടികളുടെ എല്ലാവരും ആഘോഷിക്കുകയാണ് വളരെ പ്രതികൃതിയായിട്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ഇപ്പം 5 മണിക്കാണ് ഉദ്ഘാടനം ചെയ്യും. മേജർ രവിയാണ് വരുന്നത്. അതുപോലെ പ്രമുഖരും പ്രശസ്തരായ എല്ലാവരും ഇവിടെ എത്താൻ പോവുകയാണ്. MA സാർ ഉൾപ്പെടെ പങ്കെടുക്കുകയാണ്. എന്തായാലും എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാകണം, അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അതെ, എല്ലായിടത്തും വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എല്ലാ പരിപാടിയും എല്ലാ സ്ഥലങ്ങളിലും ഗംഭീരം നടക്കുകയാണ്. എല്ലാവരുടെയും സഹകരണമുണ്ട്, അതാണ് ഏറ്റവും ഗംഭീരം. എല്ലായിടത്തും മഹാശോഭയാത്രകൾക്കുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടക്കുന്നു. ഈ ടൗൺ ഹാളിലേക്ക് കുട്ടികൾ കൂടുതൽ കുട്ടികൾ എത്തും. ഇവിടെ നിന്ന് ആരംഭിക്കും. അതിനുശേഷം പിന്നീട് അയ്യപ്പൻകാവ് ക്ഷേത്ര പരിസരത്ത് നിന്ന് മറ്റൊരു ശോഭയാത്ര വരുന്നുണ്ട്. ആ ശോഭയാത്ര കച്ചേരിപ്പടി ജംഗ്ഷനിൽ വെച്ച് അവിടെ സംഗമിക്കും. അതിനുശേഷം മുന്നോട്ട് നീങ്ങി മാധവ ഫാർമസി ജംഗ്ഷൻ വഴി MG റോഡിലൂടെ കടന്ന് മുന്നോട്ട് പോയി ജോസ് ജംഗ്ഷനിൽ വലിയ ഒരു ശോഭയാത്രയായി സംഗമിക്കുന്നു. ഇതിനിടയിൽ TD ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന ശോഭയാത്ര കൂടി അവിടെ എത്തിച്ചേരും. അങ്ങനെ എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിലേക്ക് ആ ശോഭയാത്ര മഹാശോഭയാത്രയായി നീങ്ങും. അങ്ങനെ ആനന്ദകരമായ ആ കാഴ്ചകൾക്ക്
ഇനി മിനിറ്റുകൾ മാത്രമാണ് ഉള്ളത്. ആ മിനിറ്റുകൾ എണ്ണി തന്നെയാണ് ഓരോരുത്തരും കാത്തിരിക്കുന്നത്. കുട്ടികളെ ഒരുക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. ഇനിയും ഏറെ കുട്ടികൾ ഈ ഒരു ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരാനുണ്ട്. സംഘാടകരുണ്ട്. അവരെല്ലാം ആ ഒരു വലിയ സന്തോഷത്തിൻ്റെ ഭാഗമായി തന്നെയാണ് നിൽക്കുന്നത്. ഉണ്ണിക്കണ്ണന്മാരെല്ലാം രണ്ടുപേരുണ്ടല്ലോ കണ്ണന്മാരല്ലേ? രണ്ടുപേരും റെഡി ആയിട്ട് വരുവാണോ? കഴിഞ്ഞ ഉണ്ടായിരുന്നോ? ആണോ? ആദ്യമായിട്ട്. എന്താ പേര് മോൻ്റെ? ശിവത് അല്ലേ? ശിവത് ആദ്യമായിട്ടാ കണ്ടനാവുന്നത്? ആണോ? എവിടെ ബാലകോളത്തിന് സ്ഥിരമായിട്ട് പോകുന്ന ആണോ? അല്ലല്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഗുരുവായൂരാണ് വീട്. ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്, കല്ലൂര് നിൽക്കുകയാണ്. അങ്ങനെ ഈ ഒരു ശോഭയാത്രയുടെ ഭാഗമാകാൻ കഴിഞ്ഞു. അതെ, ഇത് രണ്ടാമത്തെ ആൾ. അവൻ രണ്ടുപേരും ഉണ്ട്. രണ്ടാമത്തെ ആളുടെ പേരെന്താ? ആദവ്. ഓ ശരി. അങ്ങനെ രണ്ട് കണ്ണന്മാരും കൂടെ ഈ ശോഭയാത്രയുടെ ഭാഗമാകുന്നു. ഇവരെ പോലെ നിരവധി പേർ, ആ കുട്ടികൾ എല്ലാം നേരത്തെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, കുഞ്ഞു കുട്ടികൾ പറഞ്ഞിരുന്നു, അവരാണ് അങ്ങോട്ട് പറയുന്നത് തങ്ങൾക്ക് ശ്രീകൃഷ്ണ വേഷം കിട്ടണം, കണ്ണനാകണം, കണ്ണനായ ആ വീതികളിലൂടെ നടക്കണം എന്നൊരു ആഗ്രഹം രക്ഷാകർത്താക്കളോട് പറയുന്നത് ഈ കുരുന്നുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ ഒരു ആശയത്തോട് അല്ലെങ്കിൽ ഭഗവാനോടുള്ള ഭക്തി മാർഗത്തിലേക്ക് അവർ കടക്കുന്നു ചെറുപ്രായത്തിൽ എന്ന് തന്നെയാണ്. അധർമ്മത്തിനെതിരെ പോരാടിയ ഭഗവാൻ, ആ അധർമ്മത്തിനെതിരെ എന്നും ശക്തമായി നിലയുറപ്പിക്കുന്ന ആ ഭഗവാന്റെ പാദങ്ങളിൽ, ആ പാദങ്ങളായി മാറാൻ അല്ലെങ്കിൽ ഭഗവാന്റെ മറ്റൊരു രൂപമായി മാറാൻ തന്നെ തങ്ങൾക്ക് കഴിയുന്നു എന്നത് തന്നെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം. പുണ്യമാണ് ബാല്യം. ആ ബാല്യം സംരക്ഷിക്കപ്പെടേണ്ടത് രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ഭാഗമാണ്. തീർച്ചയായും ആ ഒരു സന്ദേശമാണ് ബാലഗോകുലം മുന്നോട്ട് വയ്ക്കുന്നത്.